കനിയൂ സ്വീകരിക്കൂ ഈ കാഴ്ചകൾ. നീറിടും മനതാരിലെ കാണിക്കയായി ഞാനേകിടുന്നു. ഈ വേളയിൽ എളിയൊരു കാഴ്ചകൾ സ്നേഹമാർന്നിന്നു ഞാൻ നൽകിടുന്നു. ഈ വേളയിൽ എളിയൊരു കാഴ്ചകൾ സ്നേഹമാർന്നിന്നു ഞാൻ നൽകിടുന്നു. സ്വീകരിക്കൂ നാഥ സ്വീകരിക്കൂ. കണ്ണീർ കണങ്ങളാലേകിടുന്ന അടിയന്റെ ഈ കാഴ്ചകൾ. ദാനമാമീ ജീവിതമെന്നു ഞാൻ അൾത്താരമുന്നിൽ സമർപ്പിക്കുന്നു. നിന്ദാനമാമീ ജീവിതമെന്നു ഞാൻ അൾത്താരമുന്നിൽ സമർപ്പിക്കുന്നു. നീ തന്ന ജീവിത സമ്പാദ്യമെല്ലാം, നീ തന്ന ജീവിത സമ്പാദ്യമെല്ലാം ഉയരുന്ന കാസയിൽ ഏകിടുന്നു. സ്വീകരിക്കൂ നാഥ സ്വീകരിക്കൂ. കണ്ണീർ കണങ്ങളാലേകിടുന്ന അടിയന്റെ ഈ കാഴ്ചകൾ. പാപവും എന്നുടെ ദുഃഖങ്ങളും ബലിയോടു ചേർക്കുന്നു കണ്ണീരോടെ. പാപവും എന്നുടെ ദുഃഖങ്ങളും ബലിയോടു ചേർക്കുന്നു കണ്ണീരോടെ. പാപം പൊറുക്കണേ, മാപ്പു നൽകിയിടണേ. പാപം പൊറുക്കണേ, മാപ്പു നൽകിയിടണേ. പാപിയാമെന്നെ നീ സ്വീകരിക്കണേ. സ്വീകരിക്കൂ നാഥ സ്വീകരിക്കൂ. കണ്ണീർ കണങ്ങളാലേകിടുന്ന അടിയന്റെ ഈ കാഴ്ചകൾ. സ്നേഹതാതാ കനിയൂ സ്വീകരിക്കൂ ഈ കാഴ്ചകൾ. നീറിടും മനതാരിലെ കാണിക്കയായി ഞാനേകിടുന്നു. ഈ വേളയിൽ എളിയൊരു കാഴ്ചകൾ സ്നേഹമാർന്നിന്നു ഞാൻ നൽകിടുന്നു. ഈ വേളയിൽ എളിയൊരു കാഴ്ചകൾ സ്നേഹമാർന്നിന്നു ഞാൻ നൽകിടുന്നു. സ്വീകരിക്കൂ നാഥ സ്വീകരിക്കൂ. കണ്ണീർ
മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പോൾ പാറപ്പിളാക്കിലച്ച, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ സെബസ്ത്യാനോ സഹദായുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോ സഹദ വഴിയായിട്ട് ധാരാളമായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിലേക്ക്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ചങ്കിലെ ചോരയാൽ പ്രാണനിലെഴുതിയ നേരിൻ്റെ പേരാണ് സ്നേഹം. തൻ്റെ ചങ്കിലെ അവസാന തുള്ളി രക്തവും നമുക്കായി നൽകിക്കൊണ്ട് ഇനി രക്തമില്ല വെള്ളമേ ഉള്ളൂ എന്ന് കാണിച്ചു തന്ന കർത്താവായ മിശിഹായുടെ പാത പിൻചെന്നുകൊണ്ടാണ് ഓരോ വിശുദ്ധരും വിശുദ്ധരായി തീരുന്നത്. വിശുദ്ധ സെബസ്ത്യാനോ സഹദ അക്ഷരം പ്രതി കർത്താവായ മിശിഹായെ അനുകരിച്ചവനാണ്. തൻ്റെ ചങ്കിലെ അവസാന തുള്ളി രക്തവും കർത്താവായ മിശിഹായ്ക്ക് നൽകിക്കൊണ്ട് കർത്താവായ മിശിഹായോടുള്ള സ്നേഹത്തെ പ്രതി, അവനോടുള്ള വിശ്വാസത്തെ പ്രതി ധീര രക്തസാക്ഷിയായി തീർന്നവനാണ് വിശുദ്ധ സെബസ്ത്യാനോ സഹദ. വിശുദ്ധ സെബസ്ത്യാനോ സഹദ 32-ാമത്തെ വയസ്സിലാണ് ധീര രക്തസാക്ഷിത്വം വരിക്കുന്നത്. 33 വയസ്സുകാരനായ കർത്താവായ മിശിഹായാണ് വിശുദ്ധ സെബസ്ത്യാനോ സഹദായ്ക്ക് മാതൃകയായിട്ട് ഉണ്ടായിരുന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോ സഹദായും കർത്താവായ മിശിഹായും തമ്മിലുള്ള സാമ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ തിരുനാളിൽ നമ്മളുടെ ചിന്താവിഷയം. കർത്താവായ മിശിഹ തൻ്റെ അവസാന തുള്ളി രക്തവും നമുക്കായി നൽകിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് കുരിശിൽ മരിച്ച് നമ്മുടെയൊക്കെ രക്ഷ സാധിച്ചെടുത്തു. അതുപോലെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ വിശ്വാസം മുറുകെ പിടിക്കുവാനായിട്ട് യത്നിച്ച വിശ്വാസ സമൂഹത്തെ ചേർത്ത് പിടിക്കുവാനും വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുവാനും വിശ്വാസം ഏറ്റുപറയുവാനും ആ വിശ്വാസത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുവാനും വേണ്ടി രക്തസാക്ഷിയായി തീർന്നവനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അദ്ദേഹത്തെ അമ്പുകൾ എയ്ത് കൊല്ലാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നു. എങ്കിലും അദ്ദേഹം വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടും ചക്രവർത്തിയുടെ മുൻപിലേക്ക് കടന്ന് ചെല്ലുകയാണ്. ഗദ കൊണ്ട് അടിച്ചാണ് അവസാനം അദ്ദേഹം മരിക്കുന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോ സഹദ കാണിച്ചു തരുന്ന, കർത്താവായ മിശിഹ കാണിച്ചു തരുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് മുറിവുകളെ തിരുമുറിവുകളാക്കുവാനായിട്ടുള്ള വലിയ ബോധ്യമാണ്. നമ്മളൊക്കെ സഹനങ്ങളെ ഏറ്റെടുക്കുന്നവരാണ്. നമ്മളൊക്കെ അമ്പ് എടുക്കുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ അമ്പ് സഹനത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ ഓരോരുത്തരും കാത്ത് സൂക്ഷിക്കുകയും അമ്പ് എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഈ സഹനങ്ങളെ കർത്താവിനോട് ചേർന്ന് സഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിശുദ്ധ സെബസ്ത്യാനോ സഹദ നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലെ മുറിവുകൾ ഉണ്ടാകാറുണ്ട്. സഹനങ്ങൾ ഒരുപക്ഷേ മാനസികമായിട്ടുള്ള സഹനങ്ങളായിരിക്കാം അത് കൂടുതൽ. ആ സഹനങ്ങളെയൊക്കെ കർത്താവായ മിശിഹായോട് ചേർന്ന് നിന്നുകൊണ്ട് തിരുമുറിവുകളാക്കി ഈശോയുടെ സഹനത്തോട് ചേർത്ത് വയ്ക്കുന്ന ആത്മീയമായിട്ടുള്ള സഹനങ്ങളാക്കി മാറ്റിക്കൊണ്ട് ആ സഹനങ്ങളെ കർത്താവായ മിശിഹായ്ക്ക് വേണ്ടി ഏറ്റെടുക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും ആധ്യാത്മിക വളർച്ചയ്ക്ക് സഹനങ്ങൾ കാരണമായി തീരുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മളും വിശുദ്ധരായി തീരുവാനായിട്ടുള്ള സാധ്യതകളിലേക്ക് വളരുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോ സഹദ സഹനങ്ങളിലൂടെ ധീരനായി നിന്നുകൊണ്ട്, ചങ്കൂറ്റത്തോടെ നിന്നുകൊണ്ട് വിശുദ്ധനായിട്ട് തീർന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചങ്കൂറ്റത്തോടെ കർത്താവായ മിശിഹായ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സഹനങ്ങളെ ഏറ്റെടുക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ആത്മീയവും ശാരീരികവുമായിട്ടുള്ള സഹനങ്ങളെ സ്വീകരിക്കുകയും ചെയ്താൽ
നമുക്കും വിശുദ്ധരായി തീരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ എത്ര വലിയ അധികാരം വേണമെങ്കിലും ലഭിക്കുമായിരുന്ന വ്യക്തിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. റോമൻ സർവ സൈന്യാധിപനാകുവാനായിട്ട് അദ്ദേഹത്തിന് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യത്തലവനാക്കുവാനായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിരുന്നതുമാണ്. ഈ സ്ഥാനമാനങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ടാണ് വിശ്വാസ സമൂഹത്തെ താൻ മുറുകെ പിടിക്കേണ്ട കർത്താവായ മിശിഹായിലുള്ള വിശ്വാസത്തെ വിശുദ്ധൻ മുറുകെ പിടിച്ചത്. അതുകൊണ്ടാണ് അമ്പുകൾ എയ്യപ്പെട്ട് കൊല്ലപ്പെടേണ്ടി വന്നത്, ധീര രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ, ആ വിശ്വാസത്തെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾക്ക് ഒക്കെ വിശ്വാസത്തിൻ്റെ വലിയ ദീപം പകർന്നു കൊടുക്കുവാനായിട്ട്, നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട്, അതുപോലെ തന്നെ ഞായറാഴ്ച ആചരണങ്ങൾ കൃത്യമായും ഭംഗിയായി നിർവഹിക്കുവാനായിട്ട്, കർത്താവായ മിശിഹായോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ക്രമപ്പെടുത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്വവും കടമയും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതനുസരിച്ച് ജീവിക്കുവാനായിട്ട്, വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനായിട്ട്, സ്ഥാനമാനങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾക്കൊക്കെ അപ്പുറം കർത്താവായ മിശിഹായോടുള്ള സ്നേഹവും വിശ്വാസവും മുറുകെ പിടിക്കുവാനായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസ് കാണിച്ച മാതൃക നമ്മൾക്ക് ഓരോരുത്തർക്കും മാതൃകയായിട്ട് തീരേണ്ടതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ കർത്താവായ മിശിഹായോട് ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസ് സഹിച്ചതുപോലെ നമ്മുടെ സഹനങ്ങളെ തിരുമുറിവുകളാക്കി മാറ്റിക്കൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്ന് സഹിക്കുമ്പോൾ അമ്പെടുക്കുന്നതിലും തിരുനാൾ ആഘോഷിക്കുന്നതിലുമൊക്കെ നമുക്ക് അർത്ഥമുണ്ടാകും, നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. വിശുദ്ധരായി തീരുവാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് മുൻപിലേക്ക് കടന്നു വരും. എല്ലാവരും പറയുന്നു മലമുകളിലുള്ള സന്യാസി വിശുദ്ധനാണെന്ന്. എന്നാൽ എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ പറവുകൾ ഇറങ്ങി എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിനൊരു ചാവുപാട്ട് പാടുന്നത്, എൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് നൃത്തം ചവിട്ടുന്നത്, അപ്പോഴേ അദ്ദേഹം വിശുദ്ധനായി തീരുന്നുള്ളൂ. വിശുദ്ധി എന്നത് നിർമ്മല ഭാവങ്ങളല്ല, മറിച്ച് അതൊരു ഇറങ്ങിവരവാണ്. നെഞ്ചുരുക്കത്തിലേക്ക്, നൊമ്പരക്കാഴ്ചകളിലേക്ക്, താങ്ങായും തണലായും തലോടലായും ഇറങ്ങി വരുമ്പോൾ അത് ദൈവസ്നേഹത്തിൻ്റെ ഉണ്മയായി തീരും. ഉടൻ തന്നെ നമുക്കൊരു നിമിഷം ഇരിക്കാം. ഉടൻ തന്നെ നമ്മുടെ മേരി ജോർജ് ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി എത്തിച്ചേരുന്നതാണ്. മലയാളം അത്ര ഫ്ലുവൻ്റായിട്ട് അറിയത്തില്ല, ഇവിടെ ജനിച്ച വളർന്നായതുകൊണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു മലയാളം ഇംഗ്ലീഷും കൂട്ടിച്ചേർത്തുകൊണ്ട്, അപ്പം മലയാളവും ഇംഗ്ലീഷും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കാം സംസാരിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് പിടികെട്ടുകൊള്ളും. പ്രൈസ് ദ ലോർഡ്. 13th ജാനുവരിക്ക് എൻ്റെ വീട്ടിൽ അമ്പ് വന്നു. എനിക്ക് ലാസ്റ്റ് ഇയറും വന്നായിരുന്നു. എനിക്ക് അത്ര വിശ്വാസം ഇല്ലായിരുന്നു, ഞാൻ സത്യമായിട്ട് പറയുവാണ്. എനിക്ക് അത്ര വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് 1st ജാനുവരി തൊട്ട് എനിക്ക് തിരിച്ച് വയറ്റിൽ വേദന വരുമായിരുന്നു, അടിവയറ്റിൽ വേദന വരുമായിരുന്നു. ഈ സെയിം പ്രോബ്ലം ലാസ്റ്റ് ഇയർ ജാനുവരിയിലും എനിക്ക് വന്നു. അപ്പം എക്സ്റ്റെൻസീവ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം നടത്തി. പിന്നെ ഡോക്ടേഴ്സ് തീരുമാനിച്ചു എനിക്ക് ബയോപ്സി ചെയ്യേണ്ടി വരും. എനിക്ക് ബയോപ്സി ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് ക്യാൻസർ ഇല്ലായിരുന്നു ലാസ്റ്റ് ഇയർ ജാനുവരിയിൽ. എക്സാക്ട്ലി ഈ വർഷം തിരിച്ച് ആ സെയിം പെയിൻ എനിക്ക് അനുഭവം തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു എനിക്ക് സെയിം ആ ടൈപ്പിൻ്റെ പെയിൻ തന്നെ വരുവാണെന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, നീ പെട്ടെന്ന് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുക്ക്, ഡോക്ടറിനെ കാണിക്കുക, ഡോണ്ട് കീപ്പ് ഇറ്റ് വെയിറ്റിംഗ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് പേടിയായിരുന്നു ഡോക്ടറുടെ അടുത്ത് പോകാൻ. ആ 13th എനിക്ക് ബറോഡ പോകണമായിരുന്നു. രാവിലെ തൊട്ടേ പെയിൻ്റെ ഇൻറ്റൻസിറ്റി ഇച്ചിരി കൂടി വരുമായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ ഓർത്തു വേണ്ട ദൈവമേ ഡോക്ടറിനെ കാണിക്കേണ്ടി തന്നെ വരും, ഇപ്പോൾ എന്തായിരിക്കും എനിക്ക് അറിയത്തില്ല. അങ്ങനെ മനസ്സിൽ വലിയ പേടിയായിരുന്നു. വൈകിട്ട് അച്ഛൻ അമ്പായിട്ട് വന്നു. ആ ഫാദറുടെ പ്രെയർ നടന്നുകൊണ്ടിരിക്കുമ്പം തിരിച്ച് ആ പെയിൻ വന്നപ്പം പെട്ടെന്ന് എനിക്കറിയത്തില്ല വൈ ഐ ഡിഡ് ഇറ്റ്. പെട്ടെന്ന് ഞാൻ അമ്പടെ മേളിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, ഹോലി സെയിൻറ്റ് സെബാസ്റ്റ്യൻ അവിടുത്തെ അമ്പടെ യോഗ്യത മുഖാന്തരം എൻ്റെ ഈ വയറ്റി വേദന എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തരണേ, എനിക്ക് തിരിച്ച് ബയോപ്സി ചെയ്യാൻ അവസരം വരുത്തരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഓൺ ദ സ്പോട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ഐ ആം ഹീൽഡ്.
പിന്നെ ആ പെയിൻ ഇപ്പം വരെ എനിക്ക് അനുഭവം ആയിട്ടില്ല. I thank you, Holy Saint Sebastian, for praying for me, for interceding for me. Thank you, Jesus. Praise you, Jesus. Praise the Lord. നമ്മൾ കൈയടിച്ച് മഹത്വപ്പെടുന്ന ദൈവത്തിനാണ് എന്നുള്ള കാര്യം മറക്കാൻ സൂക്ഷിക്കുക. വ്യക്തിക്കല്ല, ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. നമ്മൾ ഈ തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുമ്പോഴും ദൈവാനുഗ്രഹം ചൊരിയുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അമ്പ് നമ്മുടെ ഭവനത്തിൽ വരുമ്പോഴും ദൈവാനുഗ്രഹം കിട്ടുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അച്ഛൻ വരുന്ന പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോകുന്ന വഴികളിൽ പോലും നിങ്ങളെ അപകടം കൂടാതെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അച്ഛൻ പോലും നിങ്ങളുടെ വീട്ടിലേക്ക് അമ്പും കൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് എല്ലാ വീട്ടിലും ഈ കഴുന്ന അമ്പ് കയറി ഇറങ്ങിയതിന് ശേഷം മാത്രമേ പ്രധാന തിരുനാളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. അതാണ് ഈ തിരുനാൾ ആഘോഷത്തെ മഹത്തരമാക്കുന്നത്. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വ്യാധിയും ഇവിടുന്നകറ്റുവാൻ സബർമതി പള്ളിയിലിരിപ്പവനേ. ആദിയും വ്യാധിയും ഇവിടുന്നകറ്റുവാൻ സബർമതി പള്ളിയിലിരിപ്പവനേ. അംഗങ്ങളത്രയും ഞങ്ങളെ രക്ഷിപ്പാൻ അമ്പുകൾ കൊണ്ടുമൊഴിഞ്ഞവനേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനേ. പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനേ. പാവങ്ങൾ ഞങ്ങൾക്ക് സ്വർഗരാജ്യം തരാൻ പീഡനമേറ്റു തളർന്നവനേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. നയിക്കുന്ന വീതിയിൽ അഗ്നിശലാഭയായി ജ്വലിച്ചവനേ. അന്തരെ നയിക്കുന്ന വീതിയിൽ അഗ്നിശലാഭയായി ജ്വലിച്ചവനേ. രക്തത്തിൽ മുങ്ങി നിന്നൊരു വേദസാക്ഷിയായി രശ്മി കിരീടമണിഞ്ഞവനേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ
ഉയർത്താം